ഹായ് ഗായ്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ഇന്ന് എല്ലാവരും പറയുന്നു മുല്ലപ്പെരിയാർ ഡാം പൊട്ടും, മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്ന്. സത്യമാകുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷനിലാണ് ഞാനിപ്പോൾ ഈ ഗൂഗിൾ മാപ്പിലൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയത്. അപ്പോൾ നോക്കിയപ്പോഴാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഇങ്ങനെ ഇത്രയും എന്താ പറയുക, ഇത്രയധികം ഡാമുകളൊക്കെ ചേർന്ന് ഒരു അത്രയധികം വെള്ളം സംഭരണ ശേഷിയുള്ള ഒരു ഡാമാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമെന്ന് ഞാനിങ്ങനെ ഇതിലിങ്ങനെ സെർച്ച് ചെയ്ത് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും ഹെവിയാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമെന്ന്. ഇപ്പോൾ ഒരു പുതിയൊരു വാർത്ത വന്നിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ ഡാമിന് ചെറിയൊരു വളവ് വന്നു, ഒരു പൊട്ടലും ഒരു വളവും വന്നിട്ടുണ്ടെന്ന്. ഉണ്ടോ ഗായ്സ്, നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോന്നറിയില്ല. ദാ ഈ കാണുന്ന ഭാഗത്താണ് വളവ്, കണ്ടോ, ഒരു ചെറിയൊരു വളവ് ഉണ്ട്. ഇവിടെ ഒരു പൊട്ടലും ഉണ്ട്. ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് എഴുതിയേക്കുന്ന ഭാഗത്ത് പൊട്ടലുണ്ട്, ഒരു വളവും ഉണ്ട് കേട്ടോ. ശരിക്കും ചെറിയൊരു വളവോ ബെൻഡോ ഒക്കെ ആണെങ്കിൽ ഇത്രയും വലിയ ഗൂഗിൾ മാപ്പിൽ തെളിഞ്ഞ് കാണുമോ? അപ്പോൾ അത്രയും വലിയൊരു വളവും ബെൻഡുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താകുമെന്ന് എനിക്കറിയില്ല ഗായ്സ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓരോ മഴക്കാലത്തും നമ്മളെ പേടിപ്പിക്കുന്നൊരു സ്വപ്നമായിട്ടാണ് ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാം ഇങ്ങനെ കടന്നു പോകുന്നത്. ഞങ്ങളൊക്കെ പാടം ഏരിയയിൽ താമസിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുക എന്നൊക്കെ പറയുന്നത് തന്നെ, ചെറിയൊരു ഡാം തുറന്നാൽ തന്നെ ഞങ്ങളുടെ അവിടെ വെള്ളം കയറുന്നൊരവസ്ഥയാണ്. നമ്മുടെ നാട് ഇപ്പം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട് ദുരന്തം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ജലം ഒരു ബോംബ് തന്നെയാണ് എന്ന്. അപ്പോൾ ശരിക്കും നമ്മുടെ ജലബോംബാണ് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ഇത് സത്യമാകുമോ ഗായ്സ്? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.